അസമിൽ ഇപ്പോൾ കേൾക്കുന്നത് ബുൾഡോസറുകളുടെ ഇരമ്പൽ മാത്രമല്ല, വർഷങ്ങളായി അവിടുത്തെ മണ്ണ് കാർന്നു തിന്നുകൊണ്ടിരുന്ന ലാൻഡ് ജിഹാദികളുടെ നിലവിളി കൂടിയാണ്. ഒരൊറ്റ അടിക്ക് ഒന്നോ രണ്ടോ അല്ല, 1,00,000 ഏക്കർ ഭൂമിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അജയ്യനായിട്ടുള്ള മുഖ്യമന്ത്രി തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നുഴഞ്ഞുകയറ്റക്കാരുടെ നെഞ്ചത്തേറ്റ വൻ പ്രഹരമാണ്. ഒപ്പം കോൺഗ്രസിന്റെയും. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരും സംശയാസ്പദമായ പൗരന്മാരും ചേർന്ന് കൈയടക്കി വെച്ചിരുന്ന അസമിലെ 10 ലക്ഷം ഏക്കർ, 29 ലക്ഷം ബിഗ എന്നാണ് അവിടുത്തെ യൂണിറ്റ്, അത്രയും ഭൂമി മോചിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്നത്. 100ഓളം ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇതിനോടകം 1,00,000 ഏക്കർ അദ്ദേഹം തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. 25,500 ഏക്കറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഈയിടെ മാത്രം ഇടിച്ചു നിരപ്പാക്കിയിട്ടുണ്ട്. 10,000-ഓളം ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും ഒന്നുകിൽ തിരികെ അയച്ചു, അല്ലെങ്കിൽ ജയിലിലടച്ചു. ഇതിലും വ്യക്തമായി ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ലാൻഡ് ജിഹാദികൾക്ക് മറുപടി നൽകാനാകുക? മദ്രസകൾ പൂട്ടുന്നത് മുതൽ ബഹുഭാര്യത്വം നിരോധിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് വരെ ഹിമന്തയുടെ ഓരോ ചുവടും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ്. അനധികൃത കയ്യേറ്റക്കാരെ പറവറത്തുമ്പോഴും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് അദ്ദേഹം വികസനത്തിന്റെ പുതിയ മുഖം നൽകുന്നുണ്ട്. റോഡുകൾ, മെഡിക്കൽ കോളേജുകൾ, തൊഴിൽ എന്നിവയ്ക്കൊപ്പം അരുണോദയ് 2.0 പദ്ധതി വഴി മാസം 1,250 രൂപയാണ് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. ശത്രുക്കൾക്ക് അദ്ദേഹം പേടി സ്വപ്നമാണെങ്കിൽ അസമിലെ സ്ത്രീകൾക്ക് അദ്ദേഹം സ്വന്തം സഹോദരനാണ്. ഇതൊക്കെ കാണുമ്പോൾ അസമിലെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും അവസ്ഥയാണ് ഏറ്റവും രസകരം. പതിറ്റാണ്ടുകളായി അവർ വളർത്തിയെടുത്ത മിയ പ്രീണന രാഷ്ട്രീയത്തിന് മുകളിലൂടെയാണ് ഹിമന്തയുടെ ബുൾഡോസറുകൾ കയറിയിറങ്ങുന്നത്. ഇന്ന് പുറത്തു വന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കുക. 100ഓളം സീറ്റുകളിലേക്ക് BJP സഖ്യം കുതിക്കുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ് സ്വന്തം തട്ടകമായിട്ടുള്ള ജോർഹട്ടിൽ BJPയോട് 1,00,000-ഓളം വോട്ടുകൾക്ക് തോറ്റ് തുന്നം പാടി. മറുവശത്ത് മുഖ്യമന്ത്രി ഹിമന്ത ജലകുമാരി മണ്ഡലത്തിൽ 60,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുതിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഗൗരവ് ഗൊഗോയ് ഡൽഹിയിലെ AC മുറികളിൽ വട്ടം കറങ്ങി സമയം കളയുമ്പോൾ ഹിമന്ത മണ്ണിലിറങ്ങി പണിയെടുക്കുകയായിരുന്നു. മതേതരത്വം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന കോൺഗ്രസിന്റെ മോഹം അസമിലെ ജനങ്ങൾ തന്നെ കുഴിച്ചു മൂടി കയ്യിൽ കൊടുത്തു. 1,00,000 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചത് വലിയൊരു നേട്ടമാണെങ്കിലും മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നു, ഇതൊരു തുടക്കം മാത്രം. അതെ, ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ഉള്ള ഏക്കർ ഭൂമി കൂടി തിരിച്ചു പിടിച്ച് അസമിനെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കുമെന്ന ആ വലിയ അന്ത്യത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. അസമിൽ ഇപ്പോൾ ഒരു ഒറ്റ തീരുമാനമേ ഉള്ളൂ, അത് ഹിമന്തയുടെ തീരുമാനമാണ്. ന്യൂസ് ഡെസ്ക് കേരള.